അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാക്കും ഞാൻ കപ്പ വേവിച്ചാണ്ട് ഇതിൽ വെച്ചിട്ടുണ്ടോ. അപ്പോൾ അതിലേക്ക് കപ്പയ്ക്ക് ഒരു നമുക്ക് ആ മത്തി ഫ്രൈ ചെയ്തില്ലേ, ആ മത്തി കൊണ്ടൊരു കറിയും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിന്ന് മത്തിക്കറി ഉണ്ടാക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എന്തല്ലോ ബാലൻസ് ഫ്രിഡ്ജിൽ വെച്ചത് തന്നെ ഉള്ളൂ, അത് മതി. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു കറിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെ കൊച്ചുള്ളി, വെളുത്തുള്ളി കേട്ടോ, ഇഞ്ചി പേസ്റ്റ് അതും കൂടി ഉണ്ടാകും. കറി ലീഫ് ഇതാക്കും, നല്ല അടിപൊളി കറി ലീഫാണ്. ഇതില് വേറെ മീനുണ്ടല്ലേ? വേറെ മീൻ അതിലൊരു കുഞ്ഞു മീനുണ്ടേ, ഒരു കുഞ്ഞു മീനുണ്ടടി. ഇത് കുഞ്ഞു മീൻ കണ്ടില്ലേ? രണ്ടെണ്ണുണ്ട് വേറെ, അതിന്റെ വയസ്സ് തന്നെ. ഇത് ഞാൻ കൊണ്ടേ മീന് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം. ഒരു മീൻ ഇങ്ങനെ എടുക്കണ്ടോടി, മീനപ്പുറത്തേക്ക് ഇങ്ങനെ എടുത്ത് വെക്കാട്ടോ, വെച്ച് കൊടുക്കാട്ടോ. ഞാനല്ല എന്താ അൻവറാക്കാറണതേ, അതിനാ മീൻ എന്താ റെഡി, മീന് കയ്യിൽ നിന്നാണ് പോയി അൻവറാക്കാന്റെ. ഇത് 3 മീന് വേസ്റ്റ് ആയി പോയി. മൂന്നെണ്ണേ ആണ് പോയി. ഞാൻ മേശമേ പോയത്, പക്ഷെ അത് നല്ല എടുക്കാനൊരു ചായ മാറ്റി. നമ്മളെ കൊടുമ്പുളി ഉണ്ടല്ലോ, ഇത് മൂക്കുമ്പം തന്നെ ഈ കൊടുമ്പുളി ഒപ്പിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ്, കൊടുമ്പുളിൻ്റെ ടേസ്റ്റ് വേറെ ഇറങ്ങും. കടുക് ഇടുക, ഉലുവയും കൂടി ഇടുക. വണ്ടീൻ്റെ ഒച്ചയാണ് തുറക്കുമ്പോൾ എൻ്റെ ഒച്ചയാണ്. അപ്പോൾ ഇതൊന്ന് കണ്ടോ, നമ്മളെ കൊടുമ്പുളിൻ്റെ അത് ഇറങ്ങാണ്ട്, ഇത് ഗ്രേവി ആ ഒരു അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുമ്പോൾ കണ്ടോ കളറ്. ഇനി നമുക്ക് ഫസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നത്, ഫ്ലെയിം കുറച്ചും കൊണ്ടാട്ടോ ചെയ്യണത്, നമ്മളെ വലിയ ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം ആഡ് ചെയ്യാം. വലിയ ജീരകം ആഡ് ചെയ്യാതെയും നമ്മൾ മീൻ കറി ഉണ്ടാക്കാം കേട്ടോ. ഇനി നമ്മളെ റെഡ് ചില്ലി, എൻ്റെ അടി ഇച്ചിരി മല്ലിപ്പൊടി ഇടുക, മഞ്ഞപ്പൊടി ഇടുക. ഇനി ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മളെ തക്കാളി ഉണ്ടല്ലോ, തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യും. ഇതിൽ ഞാൻ വലിയ സവാള ആഡ് ചെയ്യുന്നില്ല. അങ്ങനത്തെ കറി, സവാള അല്ലാത്ത കറിയാണ്. നമ്മളെ മീൻ കറി അല്ലേ, നമ്മളെ ഹോട്ടലിൽ തട്ടുകട സ്റ്റൈലിലെ മീൻ കറിയാണ്. ഇതിലേക്ക് ഇതേപോലെ നമ്മൾ തക്കാളി ഉണ്ടല്ലോ, നല്ല പുഴുങ്ങി വേവിച്ചിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് മിക്സിയിലിട്ട് കണ്ട് അടിച്ചെടുക്കൂലേ. എന്നിട്ട് ആ ഒരു പേസ്റ്റ് ഇങ്ങോട്ട് ഒഴിച്ചാണ്ടല്ലോ, പിന്നെ ഒന്നും പറയണ്ട, അടിപൊളി ടേസ്റ്റാണ്. ഇനി ഒരു ഇച്ചിരി മല്ലിച്ചപ്പ് എടുക്കണം, പുതിന എടുക്കണം. ഉണ്ടല്ലോ, പുതിന അല്ല കേട്ടോ, മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ് തീറ്റിട. ഇതിനകത്ത് നമ്മളെ മീനുണ്ടല്ലോ, മീൻ ഇടിക്കണ്ടിട. ഇതുപോലെ എനിക്ക് അങ്ങനെ ഒരു അമ്മച്ചി എനിക്ക് വെച്ചതില്ല, ഇതുപോലെ അമ്മച്ചി വെച്ചിരുന്നത്. ഏതമ്മച്ചി? നമ്മളെ ലബിലാക്കൂട്ടത്തെ. ഇനി ഇതിക്ക് ഇതാ ആണ്ട് ഒഴിക്കുക. ഇനി നമുക്ക് ഇതാക്കുന്ന കറി ലീഫ് കുറച്ചും കൂടി ഉണ്ടിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച്, ഉപ്പിട്ടിട്ടില്ല കേട്ടോ,
ഉപ്പ് ഞാൻ പൊരിക്കാൻ വേണ്ടി കിട്ടിയത് മസാലയിൽ വെച്ചിരുന്നു കേട്ടോ. എന്നാലും ഉപ്പ് ഉണ്ടാവില്ല, ഉപ്പ് ഒന്ന് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്യണം കുറച്ചും കൂടി. ഇനി ഇതൊന്ന് അടച്ചടവിച്ചിട്ട് വേവിച്ചിട്ടിട്ട് ഇപ്പൊ ഇവിടെ ആകെപ്പാടുണ്ടോ ഇതൊക്കെ കഴുകാനും കപ്പ ഇതാക്കിയതും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. കഴുകാനും ഇതാക്കാനും ഒക്കെയാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരട്ടെ കേട്ടോ. നോക്കുന്നത് ക്ലീൻ ചെയ്യാനും ഇവിടെ ഞാൻ ഉറുമ്പ് വന്നിട്ടേ ഇങ്ങനെ വരച്ചതാണ്. ഒരു സംഭവം ഉണ്ടാവില്ല, എന്നാലും ഉറുമ്പുകൾ വന്നുകാണ്ട് ഇങ്ങോട്ട് കപ്പയും മീനാട്ടൊന്ന് ഇന്നലത്തെ പൊരിച്ചിന്റെ കുറച്ച് മത്തിമീൻ ഉണ്ടായിന്, അതും കപ്പി കറി എങ്ങനെയുണ്ട്? നോൽമ്പിന്റെ മുന്നേ കഴിച്ചതാ മീനൊക്കെ. നോൽമ്പായിട്ട് മീനൊന്നും കഴിച്ചില്ല. വന്ന് അടിപൊളി കപ്പട്ടിയപ്പ മണിയെടുത്ത് തിന്നല്ലാതെ തൊള്ളിക്ക് നോക്കിക്കല നോക്കി നിങ്ങാട് ചാടി. അടിപൊളിയാ, നല്ല അടിപൊളി കപ്പി കിട്ടിയത്. അടിപൊളി ആയിട്ട് ചോറിന് പകരം കപ്പി മീനില്ലേ എനിക്കോട്ടെ. നമുക്ക് നിങ്ങൾ അടിച്ചേരൊന്നും കണ്ടിട്ടുണ്ടോ? എന്താണ് ചൂലുണ്ടല്ലോ നിങ്ങള്. ഞാൻ മറ്റേ എന്താണ് ഇതിനെന്തൊക്കെ പേരുണ്ടല്ലോ, ഈ നമ്മൾ ഈ തൊടിയിലൊക്കെ കാട്ടിലൊക്കെ ഉണ്ടാകുന്ന സൈസാണ് കുറുന്തോട്ടി ചോല കൊണ്ടാട്ടോ ഞാൻ അടിച്ചു തരുന്നത്. ഇവിടുത്തെ ഒരു ചേച്ചി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി തന്നതാണ്. ആര്? ഞങ്ങൾ ഇങ്ങോട്ട് പോന്ന്. അപ്പോൾ താക്കൾ മുറ്റം അടിച്ചേരലൊക്കെ കഴിഞ്ഞിട്ട്, മുറ്റം അധികം ഒന്നും അടിച്ചേരല്ല. അപ്പം എന്നിട്ട് താക്കൾ മുല്ലപ്പൂ ഉള്ളതൊക്കെ ഇങ്ങനെ കുറച്ച് പറിക്കട്ടെ. ഇന്നലെ രാത്രി കുറേ ഇതിൻ്റെ മുട്ടൊക്കെ കുറേ പറിച്ചിക്കണേ, കുട്ടികളൊക്കെ കുറേ പറിച്ചിക്കണേ. അപ്പം അതിൻ്റെ ബാലൻസ് ഉള്ളതൊന്ന് പറിക്കുകയാണ്. പാത്രങ്ങളൊക്കെ ഒന്ന് മുറ്റൊക്കെ അടിച്ചേരി കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ കേട്ടോ. കരിയിട്ട് കൊണ്ടല്ല അങ്ങനത്തെ പാത്രങ്ങളില്ല. ഞാൻ പറഞ്ഞ ഞാൻ അടുപ്പത്ത് വെക്കുന്നതാണ്. അടുപ്പത്ത് വെച്ചാൽ ഞാൻ അലുമിനിയം പാത്രമോ അങ്ങനത്തെ ഇതൊന്നും അടുപ്പത്ത് വെക്കൂല. അടുപ്പത്ത് വെക്കാനും ഇരിക്കാനും ഇതൊക്കെ ഞാൻ മണ്ണിൻ്റെ പാത്രങ്ങൾ തന്നെ ഉണ്ടാക്കുക. അധികം അങ്ങനെ ഉരച്ച് വെള്ളം ഇതാക്കി കഴുകാനുള്ളത് ഉണ്ടാവില്ല. ഇതൊക്കെ ഒന്നിട്ട് ഇട്ട് റെഡിയാക്കി വെക്കട്ടെ. അതിലങ്ങൾ കിച്ചൺ ഇങ്ങനെയാണ്. ഇതൊക്കെ അങ്ങോട്ട് ക്ലീനാക്കി എടുത്ത് റെഡിയാക്കണം. പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പം ഇതിനുള്ളൂ നമ്മളെ പണി. മുറ്റടിച്ചേരി കഴിഞ്ഞു, തുടക്കൽ കഴിഞ്ഞു, അലക്കൽ ഇതാക്കണം, അലക്കിങ്ങാണ്ട് അവിടെ ഇട്ടുകണേ, എല്ലാം കഴിഞ്ഞു. ഇതിപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മളെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പം നമ്മൾ വീഡിയോ ഉണ്ടല്ലോ, വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽബട്ടനുണ്ടല്ലോ അടിച്ചമർത്തി പോവുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെ കാണിക്കുക. അപ്പം എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ടാക്കുക കേട്ടോ.